ഹായ് സ്റ്റുഡൻസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഓൺലൈൻ ട്രേഡിംഗ് അഥവാ സ്ക്രീൻ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയെക്കുറിച്ച്. നമുക്കറിയാം, ഓഹരിയുടെ വിപണനവും അതുപോലെ അതിൻ്റെ ഇടപാട് തീർക്കലുകളും സെറ്റിൽമെൻറ്റും അത് ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓഹരി വിപണികളിലെ ഇടപാടുകൾ ഇപ്പോൾ നിലവിലെന്താണ്, ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായ ഓൺലൈൻ രീതികളാണ് അവലംബിക്കുന്നത്. പണ്ടത്തെ പോലെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഫിസിക്കലായിട്ട് പേപ്പർ രൂപത്തിലൊന്നുമല്ല ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓഹരി വിപണിയിലൂടെ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ സാധിക്കും. മുൻകാലങ്ങളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എന്ത് ചെയ്തിരുന്നു, അവിടെയുള്ള ട്രേഡിംഗ് ഫ്ലോർ അവിടെ ഒരു ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടാവും. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ട്രേഡിംഗ് ഫ്ലോർ എന്ന് വെച്ചാൽ വ്യാപാരം നടക്കുന്ന ആ ഒരു സ്ഥലമുണ്ടാവും. ആ ട്രേഡിംഗ് ഫ്ലോറുകളിൽ നിന്ന് എന്ത് ചെയ്യും, വിലകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുള്ള ഔട്ട്ക്രൈ രീതിയാണ് നടത്തിയിരുന്നത്. വിൽക്കാനുള്ള ദല്ലാൾമാർ ഓഫർ എന്നും വാങ്ങാനുള്ളവർ ബിഡ് എന്നും ഉച്ചത്തിൽ വിളിച്ചു പറയും. അതാണ് രീതി. എങ്ങനെയാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് ട്രേഡിംഗ് ഫ്ലോറിൽ എല്ലാവരും ഒത്തുകൂടും എന്നിട്ട് എന്ത് ചെയ്യും, വിലകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുള്ള ഔട്ട്ക്രൈ എന്ന് പറയുന്ന രീതിയിലാണ് പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ്, അന്നെങ്ങനെയായിരുന്നു, വിൽക്കാനുള്ള ദല്ലാൾമാർ ബ്രോക്കർമാർ, ദല്ലാൾ എന്ന് വെച്ചാൽ ആരാണ്, ബ്രോക്കറാണ് വിൽക്കാനുള്ള ദല്ലാൾമാർ അഥവാ ബ്രോക്കർമാർ എന്ത് ചെയ്യും, ഓഫർ എന്നും വാങ്ങാനുള്ളവർ ബിഡ് എന്നും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അവർ തമ്മിൽ വിലകൾ യോജിപ്പിലെത്തിയാൽ ഇടപാട് നടക്കുകയും ചെയ്യും. ഇതാണെന്ത്, പണ്ട് കാലത്തെ രീതി. എന്നാൽ എന്ത് ചെയ്തു, ഇപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഇലക്ട്രോണിക് രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റികളുടെ വ്യാപാരം നടക്കുന്നത്. എല്ലാ ബ്രോക്കർമാരെയും പ്രധാന ഓഹരി വിപണിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ടെർമിനലിലേക്ക് ബന്ധപ്പെടുത്തുന്നു. ഈ ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത വ്യാപാരത്തിൽ ഒരു മെമ്പർ വെബ്സൈറ്റിൽ പ്രവേശിച്ച് വാങ്ങുവാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന ഓഹരികളുടെ ഏതെങ്കിലും വിവരങ്ങൾ കമ്പ്യൂട്ടറിന് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് നിന്ന് ഒരു സമാന ഓർഡർ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ ഓർഡർ പ്രാവർത്തികമാകുന്ന രീതിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഓൺലൈൻ ഇടപാടുകളുടെ വരവോട് കൂടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയുള്ള വിൽപ്പന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ലാതായി. കാരണം നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഓൺലൈൻ ഇടപാട് വന്നതോട് കൂടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഷെയർ വാങ്ങേണ്ട ആവശ്യമില്ലാതായി. ബ്രോക്കറുടെ ഓഫീസിലിരുന്നു തന്നെ ക്രയവിക്രയം നടത്താൻ സാധിക്കും. അതായത് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ഓഹരി ദല്ലാൾ സ്റ്റോക്ക് ബ്രോക്കർ അല്ലെങ്കിൽ ഓഹരി ദല്ലാളുടെ ഓഫീസിൽ പോയിക്കൊണ്ട് നമുക്ക് ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാ ബ്രോക്കർമാർക്കും അവരുടെ കമ്പ്യൂട്ടർ ടെർമിനലിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധമുണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ബ്രോക്കർമാർക്കും എല്ലാ ദല്ലാൽമാർക്കും എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ കമ്പ്യൂട്ടർ ടെർമിനലിലൂടെ എല്ലാ ബ്രോക്കർമാർക്കും അവരുടെ കമ്പ്യൂട്ടർ ടെർമിനലിലൂടെ എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധമുണ്ടായിരിക്കും. വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓഹരികളുടെയും തത്സമയ വില, ആ ദിവസത്തെ ഉയർന്ന വില, വർഷത്തെ ഉയർന്ന വില, അതുപോലെ താഴ്ന്ന വിലകൾ, പൂർണ്ണമായ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ ലഭിക്കും. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ബ്രോക്കറുടെ ഓഫീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഷെയർ വാങ്ങാം. അവിടുന്ന് എന്ത് ചെയ്യും, നമുക്ക് ബ്രോക്കറുടെ കൈവശമുള്ള കമ്പ്യൂട്ടർ ടെർമിനലിലൂടെ എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഓഹരിയുടെ തത്സമയ വില എത്രയാണ്, ഏറ്റവും ഉയർന്ന വില എത്രയാണ്, വർഷത്തെ ഉയർന്ന വില എത്രയാണ്, അതുപോലെ താഴ്ന്ന വിലകൾ എത്രയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സെക്യൂരിറ്റികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഓൺലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ അധിഷ്ഠിത ട്രേഡിംഗ് എന്നൊക്കെ വിളിക്കുന്നത് ഇതാണ്. ഇവിടെ വിവിധ ബ്രോക്കർമാരിൽ നിന്നുള്ള വാങ്ങൽ വിൽപ്പന ഓർഡറുകൾ യാന്ത്രികമായി പൊരുത്തപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യും. അതായത് ഒരു ബ്രോക്കർ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യുന്നു, സെർട്ടൈൻ എമൗണ്ട് നിശ്ചിത ഓഹരികൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഓഫർ വെക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അതേ ഓഫറുമായിട്ട് മറ്റേതെങ്കിലും ഒരാൾ മാച്ച് ആവുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക, ആ വിൽപ്പന ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ രീതി. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ അധിഷ്ഠിത ട്രേഡിംഗ് എന്നും വിളിക്കും, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് എന്നും ഇലക്ട്രോണിക് ട്രേഡിംഗ് എന്നും വിളിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്,
ഇത് സുതാര്യത ഉറപ്പാക്കുന്നു. ഇത് സുതാര്യത ഉറപ്പുവരുത്തുന്നു. ഇതെന്ത് ചെയ്യുന്നു? ബിസിനസ് ഇടപാടുകൾ നടത്തുമ്പോൾ വിപണിയിലെ എല്ലാ സെക്യൂരിറ്റികളുടെയും വില കാണാൻ ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം വഴി അനുവദിക്കുന്നു. അതോടുകൂടി സുതാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ വിവരങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നു. അതായത് കാര്യക്ഷമമായ വിവരങ്ങൾ കൃത്യമായി ബ്രോക്കർ ഓഫീസുകളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ത് ചെയ്യും? ഓഹരിയുടെ വില എത്രയാണ്, മുൻകാല വിലകൾ എത്രയാണ്, ഓഹരി വിലകളെ സ്വാധീനിക്കുന്ന മൂലധന വിപണിയിലെ സംഭവ വികാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് വിവരങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെയോ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം സെക്യൂരിറ്റികളുടെ ട്രേഡിങ്ങിൽ ഉൾപ്പെടുന്ന സമയം, ചെലവ്, പിശകുകളുടെ സാധ്യത എന്നിവ കുറക്കുന്നുണ്ട്. അതായത് കൃത്യമായ പിശകുകളൊന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ പ്രവർത്തനം ഷെയർ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യക്ഷമത വർദ്ധിക്കുന്നു. അതുപോലെ വിശാലമായ പരിധി ദ്രവ്യത്വം മെച്ചപ്പെടുത്തുന്നു. അതായത് ലിക്വിഡിറ്റി എളുപ്പത്തിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യുക? സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ലിക്വിഡിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ ഒരൊറ്റ വ്യാപാര വേദിയായിട്ട് മാറുള്ളൂ. സെൻട്രലൈസ്ഡ് മാർക്കറ്റ്, ട്രേഡിംഗ് സെൻറ്റർ അല്ലേ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററായിട്ട് മാറുക. എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും ഒരേ സമയം വ്യാപാരം നടക്കുന്നു. അങ്ങനെ ലോകമെമ്പാടുമുള്ള എല്ലാ വ്യാപാര കേന്ദ്രങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളതാണ് ഇലക്ട്രോണിക് ട്രേഡിങ്ങിൻ്റെ ട്രേഡിംഗ് സെറ്റിൽമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ. അതായത് വിപണനത്തിൻ്റെയും കണക്ക് തീർക്കലിൻ്റെയും നടപടിക്രമങ്ങൾ. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്, അതുപോലെ പറയുന്നത് എങ്ങനെയാണ് നമ്മളത് സെറ്റിൽ ചെയ്യുന്നത്, നടപടിക്രമങ്ങൾ. ആ ഒരു സെക്യൂരിറ്റി, ഒരു ഷെയർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കണക്ക് തീർക്കുന്നതിൻ്റെ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. മുൻകാലങ്ങളിൽ ഓഹരികളുടെ ഇടപാടുകളുടെ കണക്ക് തീർക്കുന്നതിന് ഓരോ ആഴ്ചകളിൽ നിശ്ചിത ദിവസങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്. പണ്ട് കാലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നു? ഓരോ ഓഹരി ഇടപാടുകളുടെയും കണക്ക് തീർക്കുന്നത് ഓരോ ആഴ്ചകളിൽ നിശ്ചിത ദിവസങ്ങളിലായിരുന്നു. ഇത് അനാരോഗ്യപരമായ ഊഹക്കച്ചവടത്തിലേക്ക് നയിച്ചു, സ്പെക്കുലേഷനിലേക്ക് നയിച്ചു. അതോടുകൂടി എന്ത് ചെയ്യും? കണക്ക് തീർക്കുന്ന ദിവസം എന്ത് ചെയ്തു? ഓഹരിയുടെ വിലയിൽ വൻ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതായത് ഓരോ ആഴ്ചകളിൽ നിശ്ചിത ദിവസങ്ങളിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഓഹരികളുടെ വിലയിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരാണ് ഈ ഓഹരി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബി എന്ത് ചെയ്തു? തുടർച്ചയായ കണക്ക് തീർക്കൽ രീതി എന്ന മാർഗം കൊണ്ടുവന്നു. അതായത് റോളിംഗ് സെറ്റിൽമെൻറ്റ് എന്ന രീതി കൊണ്ടുവന്നു. റോളിംഗ് സെറ്റിൽമെൻറ്റ് മലയാളമാണെന്ത്? തുടർച്ചയായ കണക്ക് തീർക്കൽ രീതി എന്നർത്ഥം വെക്കുന്നത്. 2003 ഏപ്രിൽ 1 മുതൽ T+2 എന്ന രീതിയിലാണ് കണക്ക് തീർക്കുന്നത്. എന്താ T+2 എന്ന് വെച്ചാൽ? അപ്പോൾ T+2 എന്ന് വെച്ചാൽ വ്യാപാരം നടന്ന് 2 ദിവസത്തിനുള്ളിൽ സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അത് ട്രേഡിൻ്റെ 2 ദിവസത്തിനുള്ളിൽ തീർക്കണം. T+2 എന്ന് വെച്ചാൽ എന്താ? വ്യാപാരം നടന്ന് 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ ഓഹരിയുടെ മുകളിലുള്ള കണക്ക് തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം 2 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? കണക്ക് തീർത്തിരിക്കണം. നമ്മൾ ഇന്ന് വാങ്ങിയാൽ എന്ത് ചെയ്യണം? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ നമ്മളുടെ എന്നാണോ നമ്മൾ ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടത്, എന്നാണോ വാങ്ങിയ ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ, ട്രേഡിംഗ് ഡേ പ്ലസ് 2 ഡേ, ട്രേഡിംഗ് നടന്ന ദിവസം, വ്യാപാരം നടന്ന ദിവസം, സെക്യൂരിറ്റി വാങ്ങിയ ദിവസം, വിറ്റ ദിവസം, ആ ദിവസം പ്ലസ് 2 ഡേയ്സ്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? 2 ദിവസവും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് T+2 എന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്ക്രീൻ അധിഷ്ഠിത അഥവാ കമ്പ്യൂട്ടർ മുഖേന മാത്രമേ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വ്യാപാരത്തിൽ ഏർപ്പെടാൻ സാധിക്കൂ. ഇപ്പോൾ പൊതുവെ ഓൺലൈൻ വഴി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സ്ക്രീൻ ബേസ്ഡ് ആയിട്ടാണ് ട്രേഡിംഗ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തേതാണ് ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കൽ. ഓഹരി ഇടപാടുകൾക്ക് വേണ്ടത് ഒരു അംഗീകൃത ദല്ലാൾ അല്ലെങ്കിൽ ബ്രോക്കർ വശം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു ഓഹരി വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നു അല്ലേ? ഓഹരി ഇടപാടുകൾക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു അംഗീകൃത ദല്ലാൾ, ഒരു അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കർ മുമ്പാകെ എന്ത് ചെയ്യുക? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ട്രേഡിംഗ് അക്കൗണ്ട്
തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിക്ഷേപകൻ ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ഒരു രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുകയും വേണം. അതിന് പുറമെ ദല്ലാൾ കൈവശം എന്ത് ചെയ്യണം? ചില രേഖകളുടെ പകർപ്പുകളും കൂടി നൽകേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? പാൻ നമ്പർ, പാൻ കാർഡ് അറിയാലോ, അതുപോലെ ജനന തീയതി, മേൽവിലാസവും ഫോട്ടോ ഒക്കെ തെളിയിക്കുന്ന രേഖകൾ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, അതുപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫ്, മറ്റേതെങ്കിലും ദല്ലാളുമാരുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രോക്കേഴ്സുമായിട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരം. അതാണ് ഇതൊക്കെ ചെയ്യണം ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ഓൺലൈനായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ബ്രോക്കർ മുമ്പാകെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഓപ്പൺ ആക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു ബ്രോക്കറുമായിട്ടും ഈ വ്യക്തിയും അല്ലേ, ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന വ്യക്തിയുമായിട്ടും എന്ത് ചെയ്യണം? കരാറിൽ ഏർപ്പെടണം. അതുപോലെ ഫോം പൂരിപ്പിച്ച് നൽകണം. പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ അഡ്രസ്സും പേരുമൊക്കെ തെളിയിക്കുന്ന രേഖകൾ, ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടതാണെന്ത്? ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററിയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് അഥവാ ബെനഫിഷ്യൽ ഓണർ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. ഇത് സാധാരണ രീതിയിൽ ഒരു ബ്രോക്കർ തന്നെ എന്ത് ചെയ്യാറുണ്ട്? ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ഒരു ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ എന്താ അറിയോ? ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റിയെ, ഒരു ഓഹരിയെ ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഒരു സെക്യൂരിറ്റിയെ, ഒരു ഓഹരിയെ എന്ത് ചെയ്യുന്നു? ഏത് രൂപത്തിൽ? ഒരു ഓഹരിയെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഏത്? ഡെപ്പോസിറ്ററി എന്നറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ബ്രോക്കറെ തിരഞ്ഞെടുത്തു. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്നാണ് വിളിക്കുക അവരെ. ഡെപ്പോസിറ്ററി പങ്കാളി എന്ന് മലയാളത്തിൽ പറയും. ഒരു ഡെപ്പോസിറ്ററി പങ്കാളിയുടെ മുമ്പാകെ എന്ത് ചെയ്യുക? ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക. ഡിമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡീമെറ്റീരിയലൈസേഷൻ എന്നാണ് പറയുക കേട്ടോ. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ഫോമിലുള്ള, ഭൗതിക രൂപത്തിലുള്ള ഒരു വസ്തുവിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഓഹരികളെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡെപ്പോസിറ്ററി പങ്കാളിയുമായി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു. പിന്നെ എന്ത് ചെയ്യും? ബ്രോക്കറുമായി സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഉത്തരവ് നൽകുക. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താണ്? എന്ത് ചെയ്യുക? ബ്രോക്കറുമായിട്ട് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ളത് വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ദല്ലാൾ ഓൺലൈനായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുകയും ഓഹരികളുടെ ഏറ്റവും മികച്ച വില എന്ത് ചെയ്യുന്നു? ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് എന്താണ്? മൂന്നാമതായിട്ട് ഓഹരികൾ വാങ്ങാനോ വിൽക്കുവാനോ ഉള്ള ഓർഡർ നൽകുക. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? ബ്രോക്കർ മുമ്പാകെ എന്ത് ചെയ്യുക? ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ ബ്രോക്കർ മുമ്പാകെ നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. എത്ര ഓഹരികൾ, എത്ര ഷെയറുകളാണ് വാങ്ങുന്നത്, ഏത് വിലക്കാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് വിലക്കാണ് വിൽക്കുന്നത് എന്ന് ഓർഡർ വ്യക്തമായിരിക്കണം. ബ്രോക്കർ ഈ സമയം ഒരു ഓർഡർ കൺഫർമേഷൻ ഫോം നൽകും. ഓക്കെ, കിട്ടിയോ? ബ്രോക്കറുമായി സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഉത്തരവ് നൽകുക, ഓർഡർ നൽകുക. എത്ര ഓഹരികളാണ് വാങ്ങുന്നത്, എന്ത് വിലക്കാണ് വാങ്ങുന്നത്, എത്ര വിലക്കാണ് വിൽക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നൽകണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ സമയത്ത് ബ്രോക്കർ എന്ത് ചെയ്യും? കൺഫർമേഷൻ ഫോം നൽകും. പിന്നെയോ, പിന്നെ ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ടെർമിനൽ വഴി ഓർഡർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദല്ലാൾ അഥവാ ബ്രോക്കർ എന്ത് ചെയ്യുന്നു? ഓൺലൈനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുകയും ഓഹരികളുടെ ഏറ്റവും മികച്ച വിലയുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഓഹരി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നൽകിയ വിലക്ക് അത്രയും അളവിൽ, അത്രയും എണ്ണം ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമാണോ എന്നെന്ത് ചെയ്യുന്നു? നോക്കുകയും മികച്ച വില, ഏറ്റവും മികച്ച വിലയുമായിട്ട് താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. വിലകൾ ഒത്തുവന്നാൽ ഇടപാട് നടത്തുകയും അതിനായുള്ള ഒരു പ്രമാണം ദല്ലാൾ നൽകുകയും ചെയ്യും. കമ്പ്യൂട്ടർ ടെർമിനൽ വഴി എന്ത് ചെയ്യും? ഇത് നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടപാട് നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഓഹരികൾ എത്ര എണ്ണം, എന്ത് വിലയ്ക്ക്, ഏത് ദിവസം, ഏത് സമയത്ത്, ദല്ലാൽ കമ്മീഷൻ, ഇനത്തിലെ തുക തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയതും സവിശേഷ കോഡ് നമ്പറോട് കൂടിയതുമായ ഒരു കരാർ പത്രിക അഥവാ കോൺട്രാക്റ്റ് നോട്ട് നൽകും. ഇടപാട് നടന്നതിന് ശേഷം
എന്ത് ചെയ്യുന്നു, ഇടപാട് നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് നമ്പറോട് കൂടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് നോട്ട് എന്ത് ചെയ്യുന്നു, ഉള്ള 24 മണിക്കൂറിനുള്ളിലാണ് കരാർ കുറിപ്പ് നിക്ഷേപകർക്ക് നൽകും. വ്യാപാരം നടന്ന് 24 മണിക്കൂറിനകം ബ്രോക്കർ ഒരു കരാർ കുറിപ്പ് നിക്ഷേപകർക്ക് നൽകും. ആ കുറിപ്പിൽ വാങ്ങിയതോ വിറ്റതോ ആയ വില, ഇടപാട് തീയതി, സമയം, ബ്രോക്കർ ചാർജ് എന്നീ വിവരങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിക്ഷേപകൻ വിൽപ്പന നടത്തിയ ഓഹരികൾ നൽകുക അല്ലെങ്കിൽ വാങ്ങിയ ഓഹരിക്ക് പണം നൽകുക എന്നതാണ് അന്ന് ചെയ്യേണ്ടത്. ആ ദിവസത്തെ പണം മുടക്കേണ്ട ദിനം എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, പൈസ കൊടുക്കേണ്ടതാണ് അല്ലേ. അതായത് വ്യാപാരം നടന്ന് തുടർന്ന് 2 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ഉൽപ്പന്നത്തിൻ്റെ പണം നൽകേണ്ടതാണ്. അതായത് വിൽപ്പന നടന്നു കഴിഞ്ഞാൽ, കോൺട്രാക്റ്റ് നോട്ട് കൈമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 2 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ വാങ്ങിയ ആൾ പണം നൽകുകയും വിറ്റ ആൾ ഓഹരി കൈമാറുകയും ചെയ്യണം. കിട്ടിയില്ലേ? വാങ്ങിയ ആൾ പണം നൽകണം, വിറ്റ ആൾ എന്ത് ചെയ്യണം, ഓഹരി കൈമാറുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ T+2 എന്ന് വിളിക്കുന്നത്. T+2 ദിനത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറുവശത്തെ ബ്രോക്കർ ഓഹരി കൈമാറുകയോ അല്ലെങ്കിൽ പണം നൽകുകയോ ചെയ്യുന്നു. ബ്രോക്കർ ആ ദിവസത്തെ പണം നൽകേണ്ട ദിനം എന്നറിയപ്പെടുന്നു T+2. ബ്രോക്കർ ഓഹരികൾ നിക്ഷേപകൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അഥവാ ഇലക്ട്രോണിക് രൂപത്തിൽ നേരിട്ട് കൈമാറുന്നതിന് നിർദ്ദേശം നൽകുന്നു. അവസാനം എന്താ ചെയ്യുക? അവസാനം ചെയ്യുന്നത്, ബ്രോക്കർ എന്ത് ചെയ്യും, ഓഹരികൾ നിക്ഷേപകൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡിമാറ്റ് അഥവാ ഇലക്ട്രോണിക് രൂപത്തിൽ നേരിട്ട് കൈമാറുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു രീതി അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നു. മൂന്നാമതായിട്ട് വാങ്ങാനോ വിൽക്കുവാനോ ഉള്ള ഓർഡർ നൽകുന്നു. നാലാമത് ദല്ലാൾ ഓഹരി വിപണിയുമായി ബന്ധിപ്പിക്കുന്നു. പിന്നെയോ വിലകൾ അംഗീകരിക്കപ്പെട്ടാൽ ഇടപാട് നടത്തുന്നു. കരാർ പത്രിക കോൺട്രാക്റ്റ് നോട്ട് നൽകുന്നു ആർക്ക്, ഇൻവെസ്റ്റർക്ക്. അതുപോലെ ഓഹരി കൈമാറ്റം അഥവാ പണം നൽകൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഓഹരി വിപണി അഥവാ പണം ഓഹരി ദല്ലാൾക്ക് കൈമാറുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, 24 മണിക്കൂറിനകം വിൽപ്പനക്കാരന് പണം കൈമാറുകയും ചെയ്യുന്നു ദല്ലാൾ. ഇതാണ് രീതി. ഇതാണ് പൊതുവെ പോരുന്ന. അവസാനം എന്ത് ചെയ്യുന്നു, ദല്ലാൾ ഈ പറയുന്ന ഓഹരി എന്ത് ചെയ്യുന്നു, ആർക്ക് കൈമാറുന്നു, ഡെപ്പോസിറ്ററിയിൽ ഇലക്ട്രോണിക് രൂപത്തിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് കൈമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഡീമെറ്റീരിയലൈസേഷൻ, ഡെപ്പോസിറ്ററി സേവനങ്ങളാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്പോസിറ്ററി സേവനങ്ങളും ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ നിങ്ങളവിടെ പഠിക്കേണ്ടതുണ്ട്. റീമെറ്റീരിയലൈസേഷനും ഡീമെറ്റീരിയലൈസേഷനും. പേപ്പർ രൂപത്തിലുള്ള ഭൗതികമായ രൂപത്തിലുള്ള ഒരു ഓഹരിയെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന്. പേപ്പർ രൂപത്തിലുള്ള ഒരു ഷെയറിനെ, ഒരു ഓഹരിയെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണെന്ത്, ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന സേവനം നൽകുന്ന സ്ഥാപനങ്ങളാണ് അത് ഏത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നറിയപ്പെടുന്നത്. കിട്ടിയോ? എന്താ പറഞ്ഞത്? അതായത് ഭൗതിക രൂപത്തിലുള്ള ഫിസിക്കൽ ഫോമിലുള്ള പേപ്പർ രൂപത്തിലുള്ള ഒരു ഓഹരിയെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു മാർഗമാണ് ഏത്, ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന കടലാസ് രഹിത ഓഹരിയിലേക്ക് ഓഹരിയെ മാറ്റുന്ന സഹായം ചെയ്തു തരുന്ന ആരാണ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ മാധ്യമം വഴി ഷെയർ ഹോൾഡർമാരുടെ അഭ്യർത്ഥന പ്രകാരം ഷെയർ ഹോൾഡർമാരുടെ സെക്യൂരിറ്റികൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഡെപ്പോസിറ്ററി എന്നറിയപ്പെടുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓഹരി ഉടമകളുടെ ഓഹരികളെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഡെപ്പോസിറ്ററി എന്നറിയപ്പെടുന്നത് അല്ലേ. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ സെക്യൂരിറ്റികൾ ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു. അതൊരു ബാങ്ക് അക്കൗണ്ടിൽ പണം കൈവശം വെക്കുന്നത് പോലെയാണ്. ബാങ്കിൽ പൈസ കൈവശം വെക്കുന്നത് പോലെ, ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്യൂരിറ്റിയെ ഇലക്ട്രോണിക് രൂപത്തിൽ എന്ത് ചെയ്യുന്നു, കൈവശം വെക്കുന്നു. ഇത് ഓഹരി ഉടമസ്ഥതയുടെ ഒരു ഇലക്ട്രോണിക് റെക്കോർഡാണ്. ഇത് ഇലക്ട്രോണിക് രൂപത്തിലാണ് ഉണ്ടാവുക. പണ്ട് പേപ്പർ രൂപത്തിലാണ് കിട്ടിയിരുന്നത്. സെക്യൂരിറ്റികളുടെ ഡീമെറ്റീരിയലൈസേഷനിലൂടെ ഡെപ്പോസിറ്ററി സമ്പ്രദായം മൂലധന വിപണിയെ
നിസ്സഹായമായ വ്യാപാരത്തിലേക്ക് സഹായിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത്തരത്തിൽ സെക്യൂരിറ്റികളെ ഡീമെറ്റീരിയലൈസ് ചെയ്യുന്നതിലൂടെ, അതായത് സെക്യൂരിറ്റികളെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിലൂടെ ഡെപ്പോസിറ്ററി സമ്പ്രദായം എന്ത് ചെയ്യുന്നു, മൂലധന വിപണിയെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, എളുപ്പത്തിൽ സഹായിക്കുന്നുണ്ട്. ഭൗതികമായ ഷെയർ സർട്ടിഫിക്കറ്റുകൾ, അതായത് ഭൗതിക ഷെയർ സർട്ടിഫിക്കറ്റ് എന്താ, പേപ്പർ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ, കടലാസ് രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുകയും നിക്ഷേപകരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഡീമെറ്റീരിയലൈസേഷൻ എന്നറിയപ്പെടുന്നത്. കടലാസ് രൂപത്തിലുള്ള നിക്ഷേപകരുടെ ഓഹരികളെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റി നിക്ഷേപകൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീമെറ്റീരിയലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ പറയുന്നു ഡീമെറ്റീരിയലൈസ് ചെയ്ത രൂപത്തിൽ വ്യാപാരം നടത്താൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണം. സംശയമല്ല, ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടാണ് ഷെയർ ഉള്ളത് എങ്കിൽ അത് നടത്തണമെങ്കിൽ എന്ത് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന ഓർഗനൈസേഷനെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഒരു നിക്ഷേപകന് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാൻ സഹായിക്കുന്ന, ഒരു നിക്ഷേപകന് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുവാൻ സഹായിക്കുന്ന, ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ സഹായിക്കുന്ന, ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ സഹായിക്കുന്ന സ്ഥാപനത്തെ പറയുന്ന പേരാണെന്ത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നറിയപ്പെടുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുവാൻ സഹായിക്കുന്ന, ഓഹരികളെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണെന്ത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുമ്പാകെ ഒരു നിക്ഷേപകന് തൻ്റെ ഓഹരികളെ അവിടെയുള്ള ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് മുമ്പാകെയുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ ഓഹരികളെ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് അഥവാ NSDL, അതുപോലെ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്, അതുപോലെ CDSL എന്നീ 2 ഡെപ്പോസിറ്ററി സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് എന്നോർത്തു വെക്കുക. ബാങ്കിൽ പണം സൂക്ഷിക്കുന്നത് പോലെ ഓഹരികൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് ഡെപ്പോസിറ്ററീസ് എന്നറിയപ്പെടുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നു, ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയാൽ കടലാസ് രൂപത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ കൊടുത്തുകൊണ്ട് ഓഹരി സർട്ടിഫിക്കറ്റുകൾ നമുക്ക് മാറ്റാം. ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററികൾ പ്രവർത്തിക്കുന്നു. ഒന്ന് NSDLും മറ്റൊന്ന് CDSLുമാണ്. NSDL അഥവാ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് വിളിക്കുന്ന ഡെപ്പോസിറ്ററിയാണ് ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ഡെപ്പോസിറ്ററി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും UTIയും IDBIയും ചേർന്നുകൊണ്ടാണ് ഈ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് രൂപം കൊടുത്ത CDSL ഇന്ത്യയിലെ 2ാമത്തെ ഡെപ്പോസിറ്ററിയാണ് എന്നോർത്ത് വെക്കുക. ഇന്ത്യയിലെ 2ാമത്തേത്. അതാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഡിമാറ്റ് സമ്പ്രദായത്തിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ള. ഡിമാറ്റ് സമ്പ്രദായത്തിൻ്റെ പ്രവർത്തന രീതി, ഡീമെറ്റീരിയലൈസേഷൻ്റെ പ്രവർത്തന രീതി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരു ഓഹരി ദല്ലാളിനെ, ഒരു ബ്രോക്കറെ കണ്ടെത്തുക. അതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. എന്നിട്ടോ അയാൾ മുമ്പാകെ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് മുമ്പാകെ അക്കൗണ്ട് തുറക്കാനുള്ള ഫോമും അതിനാവശ്യമായ രേഖകളും നൽകുക. അയാൾ മുമ്പാകെ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള രേഖകൾ നൽകുക. ഭൗതിക രൂപത്തിലുള്ള ഓഹരി സർട്ടിഫിക്കറ്റുകൾ, അതായത് കടലാസ് രൂപത്തിലുള്ള ഓഹരി സർട്ടിഫിക്കറ്റുകൾ കടലാസ് രഹിത രൂപത്തിലാക്കുവാൻ, അതായത് ഇലക്ട്രോണിക് ഫോമാറ്റിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയോടുകൂടി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് കൈമാറുക.
ഭൗതിക രൂപത്തിലുള്ള ഒരു ഓഹരിയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുവാനുള്ള അപേക്ഷയോടുകൂടി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് കൈമാറുക. പിന്നെയോ പൊതുവിൽപ്പനയിൽ ഉള്ള ഓഹരികൾക്ക് അപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റെയും ഡിമാറ്റ് അക്കൗണ്ടിൻ്റെയും ചുരുങ്ങിയ വിവരങ്ങൾ കൈമാറിയാൽ മതി എന്നാണ് പറയുന്നത്. ഓഹരികളെല്ലാം ബ്രോക്കർ മുഖേന വിൽക്കുകയാണെങ്കിൽ അത്രയും എണ്ണം ഓഹരികൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് കുറവ് വരുത്താനുള്ള നിർദ്ദേശം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് നൽകാം. പിന്നീട് ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നൽകാൻ ബ്രോക്കർ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ബ്രോക്കർ പണം സ്വീകരിക്കുകയും ഓഹരികൾ വിറ്റയാൾക്ക് ആ പണം നൽകുകയും ചെയ്യുന്നു. ഇടപാടുകളെല്ലാം 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. T+2 ആണ് ഇവിടെ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഹരി വ്യാപാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ഓഹരി വ്യാപാര കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓഹരി വ്യാപാര കേന്ദ്രങ്ങൾ, ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നു, രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ NSE എന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ BSE എന്നും വിളിക്കുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ് നിഫ്റ്റി എന്നറിയപ്പെടുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ് സെൻസെക്സ് എന്നറിയപ്പെടുന്നത്. BSEയുടെ സെൻസെക്സ്, NSE നിഫ്റ്റി എന്നും BSE സെൻസെക്സ് എന്നും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമായി നോക്കാനുള്ളതിൽ ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് NSE എന്നറിയപ്പെടുന്ന സ്ഥാപനം. പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കമ്പ്യൂട്ടർ മുഖേനയുള്ള ഓഹരി വിപണനം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുന്നതിൽ NSE വലിയ പങ്ക് വഹിച്ചു. പിന്നെയോ ബാങ്കുകൾ, മുൻനിര ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, മറ്റ് ധനകാര്യ ഇടനിലക്കാർ തുടങ്ങിയവർ മുൻകൈ എടുത്തിട്ടാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രധാന ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടനിലക്കാർ തുടങ്ങിയവർ മുൻകൈ എടുത്തിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത് രൂപീകരണത്തിന് മുൻകൈ എടുത്ത സ്ഥാപനങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടപാട് നടത്താത്ത മറ്റ് പ്രമുഖരും ചേർന്നാണ്. അതാണ് പറയുന്നത്. പിന്നെയോ 1992 എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്തത് ഈ സ്ഥാപനം. എന്നാൽ 1993 എന്ത് ചെയ്തത് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ലഭിച്ചത്. 1994 ഈ സ്ഥാപനം ബാധ്യതാ പ്രമാണങ്ങളുടെ മൊത്ത വിപണനം തുടങ്ങിയത്. എന്താ ബാധ്യതാ പ്രമാണം? ഡെപ്റ്റ് ക്യാപിറ്റൽ. 1994 എന്ത് ചെയ്ത് ഈ സ്ഥാപനത്തിൻ്റെ വ്യാപാരം ആരംഭിക്കുന്നത് നവംബർ 3. ഓക്കെ, ബാധ്യതാ പ്രമാണങ്ങൾ ഡിബഞ്ചറാണ് എന്ത് ചെയ്തത് വ്യാപാരം നടത്തിയത്. 1994 നവംബറിൽ തന്നെ എന്ത് ചെയ്തു മൂലധന വിപണി വിഭാഗവും ഒപ്പം ഓഹരികളുടെ ഫ്യൂച്ചറുകളുടെയും ഓപ്ഷനുകളുടെയും വിപണനവും ആരംഭിച്ചു. 1994 നവംബറിൽ മൂലധന വിപണി വിഭാഗം, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വിഭാഗം തുടങ്ങി. അതുപോലെ ഒപ്പം തന്നെ ഓഹരികളുടെ ഫ്യൂച്ചറുകളുടെയും ഓപ്ഷനുകളുടെയും വിപണനവും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. 2000 ജൂൺ മാസത്തിൽ എല്ലാത്തരം ഡെറിവേറ്റീവുകളുടെയും വിപണനം ആരംഭിച്ചു. ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്ത് ചെയ്തു വ്യാപാരം 2000 ജൂൺ മാസത്തിലാണ് NSEയിൽ ആരംഭിച്ചത് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സ്ക്രീൻ അധിഷ്ഠിതമായിട്ടുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് സംവിധാനം നൽകുന്ന ആദ്യത്തെ എക്സ്ചേഞ്ചാണിത്. ലോകത്തെ 12ാമത്തെ വലിയ എക്സ്ചേഞ്ചാണ് ഇത്. LIC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI, ICICI, IFCI, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ കൂട്ടായ ഫലമായിട്ടാണ് NSE സ്ഥാപിച്ചത്. NSEയുടെ പ്രധാന സൂചിക ഞാൻ നേരത്തെ പറഞ്ഞു, ഓഹരി സൂചിക ഏതാണ്? നിഫ്റ്റി 50 എന്നറിയപ്പെടുന്നു. നിഫ്റ്റി 50 എന്നാണ്. 2003 ഏപ്രിൽ 1 മുതൽ NSEയിലെ സെറ്റിൽമെൻറ്റ് സൈക്കിള് T+2 ആണ്. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ട്രേഡിംഗ് ഡേ +2 അപ്പോൾ എന്താണ് 2003 ഏപ്രിൽ 1 മുതൽ NSEയിലെ ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് സൈക്കിള് T+2 ആണ്. വ്യാപാരം നടന്ന് 2 ദിവസത്തിനുള്ളിൽ കണക്ക് തീർത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ NSEയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, പിന്നെ എല്ലാതരം ധനകാര്യ പ്രമാണങ്ങളും ദേശവ്യാപകമായ വിപണന സംവിധാനം ഒരുക്കുന്നു. കാര്യക്ഷമമായ വാർത്താവിനിമയ സംവിധാനത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് ഒരേ സമയം വിപണിയിൽ ഇടപെടാൻ അവസരമൊരുക്കുന്നു.
കമ്പ്യൂട്ടർ അധിഷ്ഠിത വിപണനത്തിലൂടെ കാര്യക്ഷമവും സുതാര്യവും തുല്യ അവസരവും എല്ലാം വിപണി ഇടപാടുകൾക്കും പ്രദാനം ചെയ്യുന്നു. ഏറ്റവും ചുരുങ്ങിയ കണക്ക് തീർക്കൽ സമയം ഉറപ്പുവരുത്തുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് പറയുന്നു രാജ്യവ്യാപകമായ പരിധിയാണ്. പ്രാദേശിക വിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഓഹരി മാർക്കറ്റാണ് ഇത് NSE എന്നറിയപ്പെടുന്നത്. ഭൗതികമായ കമ്പോളമില്ല. ബ്രോക്കർമാർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, NSEയിൽ വ്യാപാരം നടത്തുന്നത്. അതുകൊണ്ട് ഭൗതികമായിട്ട് ഒരു നിശ്ചിത സ്ഥലം എന്തിനില്ല, NSEക്ക് ഇല്ല. പിന്നെയോ സ്ക്രീൻ അധിഷ്ഠിതമായ വ്യാപാരം, എല്ലാ ഇടപാടുകളും ഇലക്ട്രോണിക് രീതിയിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അതുപോലെ ഏകീകൃത വിലകൾ, വ്യാപാരികൾ എവിടെ ഇരുന്നാലും സെക്യൂരിറ്റികളുടെ വില ഏകീകൃതമായിരിക്കും, കൃത്യമായൊരു വിലയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്, സ്വന്തം സൂചിക. NSEക്ക് നിഫ്റ്റി എന്ന സ്വന്തം ഇൻഡെക്സ് ഉണ്ട്. NSEക്ക് നിഫ്റ്റി എന്നറിയപ്പെടുന്ന ഓഹരി സൂചികയുണ്ട്. അതുപോലെ സുതാര്യതയുണ്ട്. പ്രധാനമായിട്ടും NSE സ്ക്രീൻ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ നിക്ഷേപകർക്ക് ഇടപാടുകൾ നടന്നതായി പരിശോധിക്കാനും സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന അതിലൊക്കെ ഏർപ്പെടാനും സഹായിക്കുന്നുണ്ട്. NSEയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വിൽപ്പന നടത്തുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇക്വിറ്റി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, മൊത്ത കച്ചവട മാർക്കറ്റ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. NSEയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഉചിതമായ ആശയവിനിമയ ശൃംഖലയിലൂടെ രാജ്യമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് തുല്യ പ്രവേശനം ഉറപ്പാക്കുന്നു. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ന്യായവും കാര്യക്ഷമവും സുതാര്യവുമായ സെക്യൂരിറ്റി മാർക്കറ്റ് നൽകുന്നു. കുറഞ്ഞ കണക്കുതീർക്കൽ കാലാവധിയും ബുക്ക് എൻട്രി കണക്കുതീർക്കലും നടപ്പിലാക്കുന്നു. അന്തർദേശീയ അളവുകോലുകളും നിലവാരങ്ങളും സാധ്യമാക്കുന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. NSEക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിച്ച ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. എന്താണ്, 1875 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏറ്റവും പഴക്കം ചെന്ന ഏഷ്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒന്നാണ്. 1875 ഏഷ്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത്. പണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നറിയപ്പെടുന്നു. ഇപ്പോൾ BSE ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ തുടങ്ങിയ ഈ സ്ഥാപനം 1956 സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം സ്ഥിര അംഗീകാരം ലഭിച്ചു. ഇത് തുടങ്ങിയതാരാണ്? യഥാർത്ഥത്തിൽ നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് എന്ത് ചെയ്തത്, ഈ സ്ഥാപനം ആദ്യം തുടങ്ങിയത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, 1956 സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം സ്ഥിര അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. ഓഹരി വിപണിയുടെ വ്യവസ്ഥാപിതമായ വളർച്ചയ്ക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് ഇത് BSE ലിമിറ്റഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1875 നാറ്റീവ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് ആരംഭിച്ചത്. 1825 ഇതിൻ്റെ സൂചിക 1986 ആരംഭിച്ചത്. BSEയുടെ സൂചികയുടെ പേര് സെൻസെക്സ് എന്നുള്ളതാണ്. BSEയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് ബോൾട്ട്. BSE ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം അഥവാ ബോൾട്ട് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. BSEയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു സെക്യൂരിറ്റികളുടെ വിപണനത്തിനായി കാര്യക്ഷമവും സുതാര്യവുമായിട്ടുള്ള വിപണി പ്രദാനം ചെയ്യുക എന്നുള്ളത്. അതുപോലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ എന്ത് ചെയ്യുന്നു, വ്യാപാരത്തിനുള്ള വേദി ലഭ്യമാക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാത്തരം കമ്പനികൾക്കും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഓഹരി വിപണന സാധ്യത ഉറപ്പുവരുത്തുന്നു. അതുപോലെ സജീവമായ വ്യാപാരം ഉറപ്പുവരുത്തുക, സജീവമായി വിപണി ഉറപ്പുവരുത്തുക. അതുപോലെ മൂലധന വിപണിയിലെ പങ്കാളികൾക്ക് നഷ്ടസാധ്യത കൈകാര്യം ചെയ്യൽ, ക്ലിയറിംഗ് കണക്കു തീർക്കൽ, വിപത്തുകൾ ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ ചെയ്യുക. അതായത് റിസ്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ചെയ്തു കൊടുക്കുക.
അതുപോലെ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, റിസ്ക് അവയർനെസ് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. അതുപോലെ അന്തർദേശീയ നിലവാരം ഉറപ്പാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇത് കൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പറയുന്ന പേരാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, OTCEI എന്നറിയപ്പെടും. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. എന്താണ് ഈ സ്ഥാപനം? ശ്രദ്ധിക്കുക, സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അതായത് BSE NSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചെറുകിട കമ്പനികളുടെ ഓഹരികൾ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അഥവാ OTCEI എന്നറിയപ്പെടുന്നത്. 1956 കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. കമ്പനീസ് ആക്ട് 1956 അല്ലേ, 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇതാണ്. 1992 തുടങ്ങിയ OTCEI എന്ന ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർവൽകൃതവും സുതാര്യവും ഏകജാലക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ വിപണിയാണ്. ഇതിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വിപണിയാണ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിനുള്ളത്. സിംഗിൾ വിൻഡോ സംവിധാനമാണ് ഇതിനുള്ളത്. ഏകജാലക സംവിധാനം, കമ്പ്യൂട്ടർവൽകൃതമാണ്, സുതാര്യമാണ്. UTI, ICICI, IDBI, IFCI, LIC, GIC, SBI ക്യാപിറ്റൽ സർവീസസ്, ക്യാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. മറ്റ് വിപണികളെപ്പോലെ ലേലത്തിനല്ല ഇവിടെ ഓഹരി വിൽപ്പന നടത്തുന്നത്. ഇടപാടുകാർ പരസ്പരം സംസാരിച്ച് തീരുമാനിക്കുന്ന അതിനാണ് വിൽപ്പന നടത്തുന്നത്. എന്താണ്? ഇടപാടുകാർ പരസ്പരം സംസാരിച്ച് തീരുമാനിക്കുന്ന വിലക്കനുസരിച്ചാണ് വിൽപ്പന നടത്തുന്നവിടെ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇതിനെ ഓവർ ദ കൗണ്ടർ എന്ന് വിളിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കൗണ്ടറിന് പുറത്ത് വെച്ചിട്ട്, ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്? NSEയോ BSEയോ പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? വ്യാപാരം നടത്തുന്ന ഇതാണ് ഇത് OTC എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓവർ ദി കൗണ്ടർ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൗണ്ടറിന് പുറത്ത് വെച്ചിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന, വാങ്ങാൻ ആഗ്രഹിക്കുന്ന, വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരസ്പരം നേരിട്ട് സംസാരിച്ച് വിലപേശി തീരുമാനിക്കുന്ന വിലക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വ്യാപാരം നടക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ പ്രത്യേക പ്രദേശം ഈ മാർക്കറ്റിനില്ല. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രദേശം, സ്ഥലം ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യക്ക് ഇല്ല. ചെറുകിട കമ്പനികളുടെ ഓഹരികൾ പെട്ടെന്ന് പണമാറ്റി മാറ്റാൻ സഹായിക്കുന്ന ഒരു എക്സ്ചേഞ്ച് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം അവയൊക്കെയാണ്. ഇതിൻ്റെ മേന്മകളെക്കുറിച്ച് പറയുമ്പോൾ ചെറുകിട കമ്പനികളുടെ ഓഹരികൾ എളുപ്പത്തിൽ വിപണനം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ചുരുങ്ങിയ ചെലവിൽ ഓഹരികൾ പുതിയതായി വിൽപ്പന നടത്താനും നിക്ഷേപകർക്ക് സേവനങ്ങൾ നൽകാനും സഹായിക്കുന്നുണ്ട്. ചെറുകിട കമ്പനികൾക്കും കുടുംബ ബിസിനസ് നടത്തുന്നവർക്കും എളുപ്പത്തിൽ ഫണ്ട് റൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇടപാടുകാർക്ക് പുതിയതായി വിൽക്കുന്ന ഓഹരികളും ദ്വിതീയ വിപണികൾ നിലവിലുള്ള ഓഹരികളും ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് പ്രാഥമിക ദ്വിതീയ വിപണികളിൽ ഇടപാട് നടത്താൻ സഹായിക്കുന്നുണ്ട്. ഇടപാടുകൾ സുതാര്യത ഉറപ്പുവരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു: NSE, BSE, അതുപോലെ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അടുത്ത നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം. അതാണ് സെബി എന്നറിയപ്പെടുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ഓഹരി വിപണിയെയും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അതാണ് സെബി. ഇന്ത്യയിലെ എല്ലാ ഓഹരി വിപണിയെയും ഇന്ത്യയിലെ എല്ലാ ഓഹരി ഇടപാടുകളെയും നിയന്ത്രിക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണേത്? സെബി എന്നറിയപ്പെടുന്നത്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഭരണപരമായ നിയന്ത്രണത്തിൽ 1999
1998 ഏപ്രിൽ 12 സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സർക്കാർ രൂപീകരിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം 1988 ഏപ്രിൽ 12 എന്ത് ചെയ്തത്, ഈ പറയുന്ന സെബി സ്ഥാപിതമായത്. 1992 ജനുവരി 30 ഓർഡിനൻസിലൂടെ സെബിക്ക് നിയമപരമായിട്ടുള്ള അസ്തിത്വവും പദവിയും നൽകി. പിന്നീട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കി. 1992 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ആക്ട് പാസ്സാക്കി ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ. അതോടുകൂടി എന്ത് ചെയ്തു, സെബിക്ക് പരിപൂർണമായിട്ടുള്ള അസ്തിത്വം നിലവിൽ വന്നു, എക്സിസ്റ്റൻസ് നിലവിൽ വന്നു. അപ്പോൾ 1988 തുടക്കം കുറിക്കുകയും 1992 നിയമപരമായിട്ടുള്ള അസ്തിത്വം വരികയും ചെയ്ത ഒരു സ്ഥാപനമാണ് ഇത്. 1992 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമം അത് പാർലമെൻറ്റിൽ പാസ്സാക്കിയതോട് കൂടിയിട്ടാണ് സെബി എന്ന് പറയുന്ന സ്ഥാപനം പരിപൂർണമായിട്ട് എന്ത് ചെയ്ത് പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സെബി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുവാനുണ്ടായ കാരണം എന്താ നമുക്ക് നോക്കാം. സാഹചര്യം, സെബി നിലവിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത്. 1980കളിൽ നിക്ഷേപകരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് മൂലം വിപണിയിൽ വൻ വളർച്ചയുണ്ടായി. അതോടൊപ്പം തന്നെ കമ്പനികളും ഓഹരി ദല്ലാളുമാരും മെർച്ചൻ്റ് ബാങ്കർമാരും മറ്റ് നിക്ഷേപ ഉപദേഷ്ടാക്കളുമെല്ലാം സ്വയം പ്രഖ്യാപിത മെർച്ചൻ്റ് ബാങ്കർമാരാവുക, അനൗദ്യോഗികമായി സ്വകാര്യ വിൽപ്പന പ്രൈവറ്റ് സെല്ലിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് നടത്തുക, വിലകളിൽ കൃത്രിമം കാണിക്കുക, അന്യായമായ അധിക വില അഥവാ പ്രീമിയം ഈടാക്കുക, കമ്പനി നിയമങ്ങളും ഓഹരി വിപണി നിയമങ്ങളും ലിസ്റ്റിങ്ങിന് വേണ്ട ചട്ടങ്ങളുമെല്ലാം ലംഘിക്കുക, പണം നൽകുന്നതിലും ഓഹരി കൈമാറുന്നതിലും വീഴ്ച വരുത്തുക തുടങ്ങിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തതോട് കൂടിയിട്ട് അതിലൊക്കെ മാറ്റം വരണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, സെബി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചത് എന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിൽ സാഹചര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്ത് ഭാരത സർക്കാരിനെ സെബി പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? 1980കളിൽ എന്ത് ചെയ്തു, ഓഹരി മാർക്കറ്റിൽ വലിയ വലിയ വളർച്ചകളുണ്ടായി. പിന്നീട് എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരുപാട് ഫ്രോഡ് വഞ്ചനാപരമായ പ്രവർത്തികളിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ എന്ത് ചെയ്ത് കൊണ്ടുവന്നത്. ഓഹരി വിപണിയെ, ഓഹരി കമ്പോളത്തെ പരിപൂർണമായിട്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് സെബി എന്ന് പറയുന്ന സ്ഥാപനത്തെ എന്ത് ചെയ്ത് സംവിധാനത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെയോ സെബിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്യൂരിറ്റി മാർക്കറ്റിലൂടെ കാര്യക്ഷമമായി മൂലധനം സമാഹരിക്കുന്നതിനും വിഭവങ്ങൾ അനുവദിക്കുന്നതിനും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സെബി രൂപീകരിച്ചത്. എന്താണ് പറയുന്നത്? സെക്യൂരിറ്റി മാർക്കറ്റിലൂടെ കാര്യക്ഷമമായിട്ട് മൂലധനം സമാഹരിക്കുക, ആവശ്യത്തിനുള്ള പണം സമാഹരിക്കുന്നതിനും വിഭവങ്ങൾ അനുവദിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്ത് പ്രധാനമായിട്ടും എന്തുള്ളത് സെബിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും 3 ആളുകളുടെ ലക്ഷ്യങ്ങളെ, 3 ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനാണ് സെബി പ്രധാനമായിട്ടും പ്രസക്തിയുള്ളത്, സെബി പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഒന്ന്, ഇഷ്യൂ ചെയ്യുന്നവരാണ്. കമ്പനികൾക്ക് ആത്മവിശ്വാസത്തോടെ എളുപ്പത്തിലും ന്യായമായും കാര്യക്ഷമമായും ധനസമാഹരണം നടത്താൻ കഴിയുന്ന ഒരു മാർക്കറ്റ് സ്ഥലം സെബി ഉറപ്പാക്കുന്നു. രണ്ടാമത്തേതാണ് നിക്ഷേപകർ. ആധികാരിക വിവരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ അവകാശങ്ങളുടെയും താൽപ്പര്യത്തിൻ്റെയും പരിരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത്. കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾ, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക. അതുപോലെ മൂലധനം സ്വരൂപിക്കുന്നവർക്ക് എളുപ്പത്തിൽ മൂലധനം സ്വരൂപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഇടനിലക്കാർ, ഇൻ്റർമീഡിയറീസ് ഉണ്ടാവും, മെർച്ചൻ്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് പോലെയുള്ള മത്സരാധിഷ്ഠിതവും വൈശിഷ്ട്യാധിഷ്ഠിതവും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയതുമായ വികസനാത്മക വിപണി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കാം സെബിയുടെ ലക്ഷ്യങ്ങൾ. സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം. ന്യായമായ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം.
ന്യായമായ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക, ഓഹരി വിപണിയുടെ ചിട്ടയായ പ്രവർത്തനം ഉറപ്പുവരുത്തുക, അതുപോലെ നിക്ഷേപകരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുക, വ്യാപാരത്തിൽ ഷെയർ മാർക്കറ്റിലെ ദുരുപയോഗങ്ങൾ തടയുക, ഇടനിലക്കാർക്കുള്ള പെരുമാറ്റച്ചട്ടം പാലിക്കുക, മത്സരം ഉത്തേജിപ്പിക്കുകയും നവീകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം സെബിയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന്. സെബിയുടെ പ്രവർത്തനങ്ങളെ വിവിധ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. സെബിയുടെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും നിയന്ത്രണാത്മക പ്രവർത്തനങ്ങൾ, വികസനാത്മക പ്രവർത്തനങ്ങൾ, സംരക്ഷണാത്മക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഓക്കെ, 3 തരത്തിൽ പ്രധാനമായിട്ടും നിയന്ത്രണം, വികസനം, സംരക്ഷണം എന്നീ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ധർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമത്തേതാണ് നിയന്ത്രണാത്മക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റെഗുലേറ്ററി പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്, റെഗുലേറ്ററി ഫങ്ഷൻസ് എന്നറിയപ്പെടുന്നത്. സെബിയുടെ നിയന്ത്രണാത്മക റെഗുലേറ്ററി പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വിപണിയിൽ ബ്രോക്കർമാരുടെയും സബ് ബ്രോക്കർമാരുടെയും രജിസ്ട്രേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. എല്ലാ ബ്രോക്കർമാരും സബ് ബ്രോക്കർമാരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളത്, സെബി മുമ്പാകെ രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ള ഒന്നാമത്തെ റെഗുലേറ്ററി പ്രവർത്തനമാണ്. പിന്നെ നിക്ഷേപ പദ്ധതികളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രേഷൻ നടത്തുക. നിക്ഷേപ സംരംഭങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുക? സെബി മുമ്പാകെ രജിസ്റ്റർ ചെയ്യുക. പിന്നെയോ ഷെയർ ബ്രോക്കർമാർ, അണ്ടർ റൈറ്റർമാർ എന്നിവരുടെ പ്രവർത്തനം നിയന്ത്രിക്കുക. ഓഹരി ദല്ലാൾമാർ, അതുപോലെ പോർട്ട്ഫോളിയോ മാനേജർമാർ, അണ്ടർ റൈറ്റർമാർ, മർച്ചൻ്റ് ബാങ്കർമാർ തുടങ്ങിയവരെ നിയന്ത്രിക്കുക. കമ്പനികളുടെ ഏറ്റെടുക്കൽ നിയന്ത്രിക്കുക. കമ്പനികളുടെ ഏറ്റെടുക്കൽ നിയന്ത്രിക്കുക. ഓഹരി വിപണികളിലും ഇടനിലക്കാരിലും ഓഡിറ്റ് നടത്തുകയും ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുകയും ചെയ്യുക. നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ ഫീസുകൾ ചുമത്തുക. കാലാകാലങ്ങളിൽ ഭാരത സർക്കാർ 1956 സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് ചുമതലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് വികസനാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നിക്ഷേപകരുടെ വിദ്യാഭ്യാസം, ഇടനിലക്കാരുടെ പരിശീലനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഗവേഷണവും ഉപയോഗപ്രദമായ വിവരങ്ങളുടെ പ്രസിദ്ധീകരണവും നടത്തുക. മൂലധന വിപണി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നിവയാണ്. അടുത്തത് സംരക്ഷണാത്മക പ്രവർത്തനങ്ങളാണ്. വിപണിയിൽ കൃത്രിമങ്ങളും അനാശാസ്യ പ്രവണതയും തടയുക. അതുപോലെ ഉൾവിവരങ്ങൾ അറിയാവുന്നവരുടെ ഇടപാടുകൾ നിയന്ത്രിക്കുക. അതായത് കമ്പനിയുടെ ഉള്ളിൽ നിന്നുള്ള വിവരങ്ങൾ അറിയുന്നവരുടെ ഇടപാടുകൾ, കമ്പനിയുടെ ഡയറക്ടർമാർ, മാനേജർമാർ തുടങ്ങിയ ആളുകളുടെ ഇടപാടുകൾ നിയന്ത്രിക്കുകയും അത്തരം പ്രവൃത്തികൾക്ക് പിഴ ചുമത്തുകയും ചെയ്യുക. ഉൾവിവരം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അകത്തുള്ള ഏറ്റവും പ്രൈസ് സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങളുണ്ടാവും. ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? ട്രേഡ് നടത്താം. അത്തരത്തിൽ ആരെങ്കിലും ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയുക. ഇൻസൈഡർ ട്രേഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ തടയുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നതാണെന്ത്? നിക്ഷേപ സംരക്ഷണത്തിനുള്ള നടപടികൾ ഏറ്റെടുക്കുക. നിയമവിധേയമായ ശീലങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും രൂപീകരിക്കുക. ഇവയൊക്കെയാണ് സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ വരുന്നതാണ് സെബിയുടെ സ്ഥാപന ഘടന. സെബിയുടെ സ്ഥാപന ഘടന, ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് സെബി. ഈ സെബിയുടെ സ്ഥാപന ഘടനയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സംഘടനയിൽ ഓരോ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ കീഴിലായി 5 പ്രവർത്തന വിഭാഗങ്ങളുണ്ടാവും. മുംബൈയിലെ പ്രധാന ഓഫീസ് മുംബൈയിലാണ് സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓഫീസ്. അതിനു പുറമെ ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി എന്നിവിടങ്ങളിൽ മേഖലാ ഓഫീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെയോ പ്രാഥമിക വിപണി ഉപദേശക സമിതി, ദ്വിതീയ വിപണി ഉപദേശക സമിതി എന്നീ 2 ഉപദേശക സമിതികൾ രൂപീകരിച്ചു. ഈ ഉപദേശ സമിതികളുടെ ലക്ഷ്യം സെബിക്ക് നിശ്ചിത കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നുള്ളതാണ്. പ്രാഥമിക വിപണിയിലെ നിക്ഷേപകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇടനിലക്കാരെ നിയന്ത്രിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ഈ ഉപദേശക സമിതികൾ സഹായിക്കുന്നു. പ്രാഥമിക വിപണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് ഉപദേശക സമിതി സഹായിക്കുന്നു. കമ്പനികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ഉപദേശക സമിതി സഹായിക്കുന്നു. പ്രാഥമിക വിപണിയിലെ നിയമപരമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും സുതാര്യവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.
പിന്നെയുള്ളതാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഡിമാറ്റ് അക്കൗണ്ടിലെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള സെക്യൂരിറ്റിയെ പേപ്പർ രൂപത്തിലേക്ക് തിരികെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് റീമെറ്റീരിയലൈസേഷൻ. ഇത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റുകളാണ്. അതായത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഓഹരികളെ പേപ്പർ രൂപത്തിലേക്ക് തിരിച്ചു മാറ്റുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമുക്ക് ജസ്റ്റ് പറയാനുള്ള കാര്യമാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. മണി മാർക്കറ്റും പണവിപണിയും മൂലധന വിപണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. മണി മാർക്കറ്റ് അഥവാ പണവിപണി ഹ്രസ്വകാല സാമ്പത്തിക ഇടപാടുകളാണുള്ളത്. പക്ഷേ മൂലധന വിപണി ഇടത്തരം ദീർഘകാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണി മാർക്കറ്റിൽ RBI, NBFC, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, സംസ്ഥാന സർക്കാരുകൾ, വലിയ കമ്പനികളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ മൂലധന വിപണിയിൽ എന്ത് ചെയ്യുന്നു? ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തുടങ്ങിയവയാണ്. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ട്രഷറി ബില്ല് അഥവാ T-ബില്ല്, അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ അഥവാ CP, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അഥവാ CD, ട്രേഡ് ബില്ലുകൾ എന്നിവയാണ് പ്രധാനമായിട്ടും മണി മാർക്കറ്റിൽ പണവിപണിയിൽ വിൽക്കുന്നത്. മൂലധന വിപണിയിലോ ഓഹരികൾ അഥവാ ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകളൊക്കെയാണ്. മണി മാർക്കറ്റിൽ ഓരോ യൂണിറ്റിൻ്റെയും മൂല്യം ഉയർന്നതാണ്. പക്ഷേ മൂലധന മാർക്കറ്റിൽ ഓരോ യൂണിറ്റിൻ്റെയും മൂല്യം കുറവാണ്. മണി മാർക്കറ്റിൽ ഉയർന്ന ദ്രവ്യത്വം അഥവാ ലിക്വിഡിറ്റി കൂടുതലാണ് മണി മാർക്കറ്റിൽ. പക്ഷേ മൂലധന വിപണിയിൽ ലിക്വിഡിറ്റി കുറവാണ്. മണി മാർക്കറ്റ് മൊത്തം വിൽപ്പന വിപണിയാണ്. മൊത്തമായിട്ട് വിൽപ്പന നടത്തുന്ന വിപണിയാണ് ഏത്? പണവിപണി എന്നറിയപ്പെടുന്നത്. എന്നാൽ മൂലധന വിപണി അങ്ങനെയല്ല, ചില്ലറ വിപണിയാണ്. മണി മാർക്കറ്റിൽ കുറഞ്ഞ അപകട സാധ്യതയുള്ളൂ, റിസ്ക് വളരെ കുറവാണ് മണി മാർക്കറ്റിൽ. പക്ഷേ മൂലധന മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് കൂടുതലാണ്. മണി മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന വരുമാനം കുറവാണ്. മണി മാർക്കറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, മണി മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തിയിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനം വളരെ കുറവാണ്. എന്നാൽ മൂലധന വിപണിയിൽ അങ്ങനെയല്ല, ഓഹരികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. അവസാനമായി നമുക്ക് നോക്കാനുള്ളതാണ് പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും തമ്മിലുള്ള വ്യത്യാസം. പ്രാഥമിക വിപണി എന്ന് വെച്ചാൽ എന്താണ്? പുതിയ സെക്യൂരിറ്റികൾ, ഒരു കമ്പനി ആദ്യമായിട്ട് ഓഹരികൾ വിൽപ്പന നടത്തുന്നുവെങ്കിൽ ആ ഓഹരികൾ, സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുന്ന വിപണിയാണ് ഏത്? പ്രാഥമിക വിപണി. അപ്പോൾ ദ്വിതീയ വിപണി എന്ന് വെച്ചാൽ എന്താണ്? നിലവിലുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഷെയറുകൾ, നേരത്തെ ഒരു തവണ വിറ്റ ഷെയറുകൾ, ഓഹരികൾ വിൽപ്പന നടത്തുന്ന, സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുന്ന മാർക്കറ്റാണ് ദ്വിതീയ വിപണി. പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികളുടെ വാങ്ങൽ മാത്രമാണ് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത്. എന്നാൽ ദ്വിതീയ വിപണിയിൽ എന്ത് ചെയ്യുന്നു? വാങ്ങലും വിൽക്കലും ഒക്കെയുണ്ട്. പ്രാഥമിക വിപണിക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥലം, പ്രൈമറി മാർക്കറ്റിന് കൃത്യമായിട്ട് സ്ഥലമൊന്നുമില്ല. പക്ഷേ ദ്വിതീയ വിപണിക്ക് കൃത്യമായിട്ടുള്ള സ്ഥലമുണ്ട്. പ്രാഥമിക വിപണിയിൽ ഒരു ഓഹരിയുടെ വില നിർണ്ണയിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. പക്ഷേ ദ്വിതീയ വിപണിയിൽ ഒരു ഓഹരിയുടെ വില നിർണ്ണയിക്കുന്നത് ചോദനവും വിതരണവും, ഡിമാൻഡും സപ്ലൈയും ഒക്കെ അനുസരിച്ചിട്ടാണ്. പ്രാഥമിക വിപണിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിരിക്കും. എന്നാൽ ദ്വിതീയ വിപണിയിൽ നിക്ഷേപകർ തമ്മിൽ പഴയ സെക്യൂരിറ്റികൾ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാഥമിക വിപണി എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനത്തിന് മൂലധനം, ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിന് നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദ്വിതീയ വിപണിയിൽ എന്ത് ചെയ്യുന്നു? മൂലധന രൂപീകരണം പരോക്ഷമായിട്ട് മാത്രമേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി ഇഷ്യൂ ചെയ്തതായതുകൊണ്ട്. പിന്നെ ഫണ്ട് സ്വരൂപിക്കാൻ വായ്പക്കാരനെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമിക വിപണിയുടെ പ്രത്യേകത. അതുപോലെ ദ്വിതീയ വിപണിയുടെ പ്രത്യേകതയോ നിക്ഷേപകർക്ക് പണലഭ്യത ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. കമ്പനികളെയും നിക്ഷേപകരെയും ബന്ധിപ്പിക്കുന്നതാണ് പ്രാഥമിക വിപണി. നിക്ഷേപകരുമായി ബന്ധപ്പെടുത്തുന്നതാണ് ദ്വിതീയ വിപണി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്